ഹായ്, ഞാൻ എപ്പോഴും നിങ്ങളെപ്പോലെ തന്നെ വെറൈറ്റി ഫുഡുകളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ തലശ്ശേരിക്കാരുടെയും മലബാറുകാരുടെയും കണ്ണൂരുകാരുടെയും സ്പെഷ്യലാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ കാണിച്ചു തരുന്നത്. ഹലോ ഗായ്സ്, ഇന്ന് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുള്ള മുട്ട സിർക്ക എങ്ങനെ വളരെ എളുപ്പത്തിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ ചെയ്യാമെന്നുള്ളത് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇൻഗ്രീഡിയൻറ്റ് ലിസ്റ്റൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആദ്യം കാണിച്ചിട്ടുള്ള അതേ ഇൻഗ്രീഡിയൻറ്റ് 2 ബാച്ചാക്കിയിട്ടാണ് അടിച്ചെടുക്കുന്നത്. മാവിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുമ്പോൾ കണ്ടില്ലേ, ഇതേ ഒരു തിക്നെസ്സാണ് വേണ്ടത്. അതായത് നമ്മുടെ ഇഡ്ഡലി മാവിൻ്റെ അത്രക്കും ഒരു ടൈറ്റ് വേണ്ട മാവിന്. എണ്ണ നല്ല രീതിയിൽ ചൂടാകുമ്പോൾ ഒന്ന് ചെറുതാക്കി സിമ്മിലിട്ട് കൊടുക്കുക. അതിനുശേഷം ഒരു തവി മാവ് എണ്ണയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അത് ഒരു വശമായി വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതിന് മുകളിലേക്ക് ഇങ്ങനെ ഓയിലിങ്ങനെ ജസ്റ്റ് ആക്കി അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുമ്പോൾ അത് നല്ലൊരു സോഫ്റ്റനായിട്ടുള്ളതായിട്ട് നമുക്ക് തന്നെ മനസ്സിലാകും. അപ്പോൾ തന്നെ നമുക്ക് അത് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ കഴിയും എത്രത്തോളം സോഫ്റ്റ് ആയിട്ടുള്ളതാണ് എന്നുള്ളത്. ഇതുപോലെ എല്ലാം ചുട്ടെടുക്കാം. ഇതിലേക്ക് നമുക്ക് കഴിക്കാൻ എളുപ്പത്തിന് ഏത് കറിയും നമുക്ക് പറ്റും. ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുമ്പം ചിക്കൻ കറി, ബീഫ് കറി ആണ് ഇതിലേക്ക് ഏറ്റവും നല്ല കോമ്പിനേഷന്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. നമ്മുടെ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി തന്നെയാണിത്.